Hi guys, welcome to yet another match day video for Kerala Blasters. Kerala Blastersനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു നമ്പർ ഗെയിം ഡേ ആണ്. ഒരു വിജയം, 2 റെക്കോർഡ്, 3 പോയിന്റ്. അതാണ് ഇന്ന് കേരളത്തിന്റെ കൊമ്പന്മാർക്ക് മുന്നിലുള്ള ദൗത്യം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നേരിടുന്നത് ജംഷഡ്പൂർ FC ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വിജയം വളരെ നിർണായകമാണ് എന്ന് സൂചിപ്പിച്ചത്. മസ്റ്റ് വിൻ ഗെയിം തന്നെയാണ്. ബിക്കോസ് ജംഷഡ്പൂർ നമ്മുടെ സ്വന്തം കോച്ചായിട്ടുള്ള ഇവാൻ വുക്കമനോവിച്ചിന്റെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലെ വാക്കുകൾ കടമെടുത്താൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തേക്ക് വരാൻ വരെ കെൽപ്പുള്ള ടീമാണ് ജംഷഡ്പൂർ. മാത്രവുമല്ല, മറക്കരുത്, കഴിഞ്ഞ ഡിസംബറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉജ്ജ്വല ഫോമിൽ കളിച്ചു വന്നിരുന്ന സമയത്ത് ആദ്യപാദ മത്സരത്തിൽ നമ്മളെ 1-1 സമനിലയിൽ തളച്ച ടീമുമാണ് ജംഷഡ്പൂർ. അതുകൊണ്ട് തന്നെയാണ് ജംഷഡ്പൂരിനെതിരെ ഇന്ന് നടക്കുന്ന മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ വിജയം വളരെ നിർണായകമായ ഒരു വിജയമാണ് അല്ലെങ്കിൽ ആകണം എന്ന് കോച്ച് വരെ ഉറപ്പിച്ച് പറയുന്നത്. അതാണ് ഒരു വിജയം, നിർണായക വിജയം. 2 റെക്കോർഡിലേക്ക് ഇനി വരാം. 2 റെക്കോർഡുകൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇന്നത്തെ വിജയത്തിലൂടെ കാത്തിരിക്കുന്നു. ഹീറോ ISL ചരിത്രത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിനു മുൻപ് വരെ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയത് ഒരു സീസണിൽ 6 എണ്ണമാണ്. അത് 7 മാച്ച് വിജയങ്ങൾ എന്ന സർവകാല റെക്കോർഡിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് പ്രവേശിക്കാൻ കഴിയുന്ന ഒരു വിജയം കൂടി ഇന്നത്തെ വിജയമായി മാറും. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കളി ജയിച്ചാൽ നിലവിൽ 23 പോയിന്റാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. അത് 26 പോയിന്റിലേക്ക്, ഇന്നത്തെ കളി ജയിക്കുന്നതോടെ 26 പോയിന്റിലേക്ക് ഈ വിജയത്തിന്റെ പോയിന്റിനെ കൊണ്ടുവരാൻ കഴിയും. കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിനു മുൻപ് ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ റെക്കോർഡ് എന്ന് പറയുന്നത് 25 പോയിന്റാണ്. സോ 25 കഴിഞ്ഞ് 26ലേക്ക് വരാനുള്ള ഒരു അവസരമാണ് ഇന്നുള്ളത്. സോ അതാണ് 2ാമത്തെ റെക്കോർഡ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹീറോ ISL ചരിത്രത്തിലെ സർവകാല പോയിന്റിലേക്ക് ഇന്നത്തെ വിജയത്തോടെ വരാൻ കഴിയും. സ്വാഭാവികമായും ഇന്നത്തെ 3 എന്നുള്ളത് 3 പോയിന്റ് വളരെ നിർണായകമാണ്. കാരണം നമ്മുടെ കോച്ച് തന്നെ പറയുന്നത് പോലെ ഇനിയുള്ള ഓരോ മത്സരവും നമുക്ക് ഫൈനൽ പോലെ നിർണായകമാണ്. കാരണം 86 മത്സരങ്ങളായി ഇന്നത്തെ മത്സരം 87ാമത്തെ മത്സരമാണ് സീസണിലെ. ഈ 87 മത്സരത്തിലേക്ക് ഈ സീസൺ എത്തുമ്പോഴും ആരായിരിക്കും ഷീൽഡ് കരസ്ഥമാക്കുന്ന, പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്ത് വന്ന് ഇത്തവണ ഹീറോ ISLന്റെ ഷീൽഡ് കരസ്ഥമാക്കുന്ന ടീം ആരായിരിക്കും? ഇത്തവണ ഹീറോ ISL ജേതാക്കളാവുന്നത് ആരായിരിക്കും? എന്തിന് ഹീറോ ISLലെ പ്ലേ ഓഫ് കളിക്കുന്ന 4 ടീമുകൾ ആരായിരിക്കും എന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായൊരു ഉത്തരമില്ല. കടുത്ത മത്സരമാണ്. ആദ്യത്തെ 8 സ്ഥാനക്കാരെ നോക്കിയാലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഓരോ പോയിന്റുകൾക്ക് വേണ്ടിയും. അപ്പോൾ ഇന്ന് നേടിയെടുക്കുന്ന ഈ 3 പോയിന്റ് അതിനിർണായകമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഷീൽഡിലേക്കുള്ള പ്രയാണത്തിന്, പ്ലേ ഓഫിലേക്കുള്ള പ്രയാണത്തിന്, ISL ജയിക്കാനുള്ള പ്രയാണത്തിന്. അതുകൊണ്ടാണ് ഇന്ന് നമ്പേഴ്സ് ഗെയിം ആണ് എന്ന് പറഞ്ഞത്. 1, 2, 3. അതേപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ പ്ലേയിങ് 11-ൽ മാറ്റം വരും. ബിക്കോസ് 4 മഞ്ഞ കാർഡുകൾ കണ്ടതിനെ തുടർന്ന് പെരേര ഡയസിൽ നിന്ന് കളിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും ഇവാന്റെ 4-4-2 ഫോർമേഷനിൽ മുന്നേറ്റത്തിൽ കളിക്കുന്ന 2 പേരിൽ ഒരാളെ മാറ്റിയേ തീരൂ. സ്വാഭാവികമായും ചെഞ്ചോ ഗിൽഷൻ ഇന്ന് ആദ്യ 11-ൽ കളിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ചെഞ്ചോയ്ക്ക് ഈ സീസണിൽ ഇത് ആദ്യമായിട്ടായിരിക്കും അങ്ങനെയെങ്കിൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഒരു ഇടം കിട്ടുക. ചെഞ്ചോ നന്നായിട്ട് കളിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഒരു കരുത്തുറ്റ ടീമിന്റെ അടിത്തറ എന്ന് പറയുന്നത് മൈതാനത്ത് സ്ഥിരമായി സ്റ്റാർട്ടിംഗ് 11-ൽ കളിക്കുന്ന 11 പേരുടെ പെർഫോമൻസ് മാത്രമല്ല, അവർക്ക് പകരക്കാരായി സൈഡ് ബെഞ്ചിൽ നിന്ന് വരുന്ന ആളുകളും അവരെക്കാൾ മികച്ച ഒരു പ്രകടന നിലവാരം കാത്തു സൂക്ഷിക്കുന്നു എന്നതാണ് ലോകത്തെല്ലായിടത്തും ഒരു ചാമ്പ്യൻ ടീമിനെ വ്യത്യസ്തമാക്കുന്നത്. സോ കേരള ബ്ലാസ്റ്റേഴ്സ് ഓരോ പൊസിഷനിലും പകരക്കാരായി കൊണ്ടുവരുന്ന ആളുകളും അവിടെ കളിച്ചിരുന്ന ആളുകളെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചാൽ അതായിരിക്കും ഇത്തവണ ഷീൽഡ് നേടാനും പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യാനും ISL ജയിക്കാനുമുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും നിർണായകമായ ഒരു ശക്തിയുടെ
ഘടകം ആയി മാറാൻ പോകുന്നത്. അതായത് ബെഞ്ച് സ്ട്രെങ്ത്. കളിക്കളത്തിൽ കളിക്കുന്ന 11 പേരെക്കാൾ മികച്ച പ്രകടനം ബെഞ്ചിലിരിക്കുന്നവരും കാഴ്ചവെക്കുന്നു എന്നുള്ള ആ ഒരു താരതമ്യം, അതിലേക്കുള്ള ഒരു നിർണായക ചുവടുവയ്പ് ആവട്ടെ ഇന്ന് ചെഞ്ചോ ഗിൽസന്റെ കടന്നുവരവും. ഇതായിരിക്കണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫുട്ബോൾ, ഇതായിരിക്കണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ശക്തി, ഇതാവണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫുട്ബോളിന്റെ സൗന്ദര്യം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കാത്തിരിക്കുന്നത് പോലെ ഒരു സുദിനമായി, ഒരു മികച്ച ദിവസമായി ഇന്നത്തെ റിസൾട്ട് മാറട്ടെ, ഇന്നത്തെ മത്സര ദിനം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ഇന്ന് വൈകിട്ട് 7 മണി മുതൽ തത്സമയം ഏഷ്യാനെറ്റ് പ്ലസിൽ ജംഷഡ്പൂർ FC വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിന്റെ തത്സമയ സംരക്ഷണം ഉണ്ടാകും. കമന്ററി ബോക്സിൽ ഞാനും ഉണ്ടാകും. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ദിവസം അവിസ്മരണീയമാക്കി മാറ്റാം. സോ കമോൺ ഇന്ത്യ, കമോൺ കേരള, ലെറ്റ്സ് ഫുട്ബോൾ.